എല്ലാവർക്കും ശ്രീസ് കിച്ചൺ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാടൻ കടലക്കറിയാണ്. അപ്പോൾ കടലക്കറി പലതരത്തിലും ചെയ്യാറുണ്ട്. നമ്മൾ തേങ്ങ അരച്ച് വെക്കാറുണ്ട്, തേങ്ങ വറുത്തരച്ച് ചെയ്യാറുണ്ട്, അല്ലാതെ മസാല നേരിട്ട് മസാലയ്ക്കകത്തോട്ട് സവാള മൂപ്പും ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യുന്നത് സവാള മൂപ്പിച്ചുള്ള മെത്തേഡാണ്. ഇതിനായിട്ട് ഞാനൊരു 2 കപ്പ് കടല എടുത്താന്നുണ്ട് 6 മണിക്കൂർ വെള്ളത്തിൽ കൂത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ടിപ്പെന്ന് പറയുന്നത് നല്ല ടേസ്റ്റിനായിട്ട് കടല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് അത് 6 മണിക്കൂർ അത് കൂർത്ത് വെച്ചിട്ട് അതെടുത്ത് വേവിക്കുക. അപ്പോൾ കടലക്കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തോട്ടേക്ക് ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കണം. പിന്നെ കടലക്കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി തേങ്ങാക്കൊത്ത്, ഇപ്പോൾ ഒരു അല്പം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കാം, ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരു 8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കറിവേപ്പിലയുണ്ട്, ആവശ്യത്തിനുള്ള എണ്ണയെ, വറ്റൽമുളക്, കടുക്, പെരിഞ്ചീരക്, പിന്നെ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇതിനായിട്ട് നമ്മൾ മസാലപ്പൊടി ഇപ്പോൾ യൂസ് ചെയ്യും. ഞാൻ ഈസ്റ്റേൻ്റെ മീറ്റ് മസാലയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. ഇനിയിപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഈ കടലയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കുക്കറിലോട്ട് മാറ്റാം. അത്യാവശ്യം കടലയ്ക്ക് വേണ്ടി ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ നേരത്ത് ഒത്തിരി ചേർക്കാൻ നിൽക്കേണ്ടതെന്ന് നമ്മൾ സബോള വഴറ്റുന്ന നേരത്ത് ഉപ്പ് ചേർക്കും. അപ്പോൾ അത്യാവശ്യമുള്ള ഉപ്പ് ചേർത്തോണ്ടാൽ മതി. ഇതിനകത്തോട്ടേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിൽ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് അതുപോലെ തന്നെ കടല അത് കണക്ക് തന്നെ മറ്റുള്ള എല്ലാ പയറുവർഗ്ഗങ്ങളും വെന്ത് വരാനുള്ളൊരു ടിപ്പാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരേ നേരത്ത് എണ്ണ ഇപ്പോൾ ഒത്തിരി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു ടീസ്പൂൺ ഒഴിക്കുന്നത്. ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇത് തൂയി പുറത്ത് വരത്തില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്യും. കറക്റ്റ് 5 വിസിൽ വേണം ഇതിന്, എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. നമുക്ക് കടല 5 വിസിൽ വരേക്കും നന്നായിട്ട് നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം. കടല ഇപ്പം വേവിച്ച് വെച്ചിട്ടുണ്ട്. 5 വിസിൽ കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു എയർ പോകുന്നതിന് വരെ വെയിറ്റ് ചെയ്യുക. ഒരു പാൻ വെച്ചായിരുന്നു ചൂടാക്കാനായിട്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ഹീറ്റായതിന് ശേഷം വേണം നമുക്കിതിനകത്തോട്ടേക്ക് താളിക്കാനുള്ള കടുകും മറ്റും ചേർക്കാൻ. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ഇപ്പോൾ ഹീറ്റായിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വേറെ ഫ്ലേവറും ചേർക്കുന്നില്ല. മസാലയ്ക്കായിട്ട് പെരിഞ്ചീരകമാണ് ചേർക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ വരെ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. മറ്റുള്ള കറുവ, ഗ്രാമ്പു, ഏലക്ക ഒന്നും തന്നെ ചേർക്കുന്നില്ല. 3-4 വറ്റൽമുളകും കൂടെ ചേർക്കുക. ഇപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് അതിനകത്തോട്ട് ചേർക്കുകയാണ്. തേങ്ങക്കൊത്ത് ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി കാരണവശാലും തേങ്ങ ഒത്തിരി മൂത്ത് പോകല്ലേ. നമ്മുടെ കടലക്കറിക്ക് ഒരു ചെറുതായിട്ട് തേങ്ങയുടെ ആ ഒരു പച്ച ചൊവ ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി മൂത്ത് കഴിഞ്ഞ് ശരിയാവില്ല. സവോള അരിഞ്ഞ് വെച്ച് ചേർത്ത് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം. ചിലരാണെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്ത് ചേർക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ നേരിട്ട് കടലക്കകത്തിട്ട് വേവിച്ചെടുക്കുന്നതാണ്. കാരണം കടലിലൊക്കെ അതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിരിക്കും. ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂണേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കടല എല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് ചാക്കണ നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇതങ്ങ് വഴറ്റുക. ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പം നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഒത്തിരി ചേർക്കാനായിട്ട് പാടില്ല, മഞ്ഞൾപ്പൊടി കുത്തലുണ്ടാവും. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരിക്കലും നിങ്ങൾ ഈ ചേർക്കുന്ന അളവ് ഒരിക്കലും കൂടരുത്. നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ മാറിപ്പോവും. മുളക് നേരത്തെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ ഇവിടെ.
നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ട്, ഒരല്പം എണ്ണ കൂടെ ഞാൻ ചേർക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടി കിടന്ന് കരിഞ്ഞിട്ട് നമ്മൾ കടല മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു കയ്പ്പ് ചുവയുണ്ടാവും. ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇപ്പം നമ്മുടെ പൊടിയൊക്കെ വഴന്നിട്ടുണ്ട്. ഈ നേരത്ത് വേണം മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ, ഞാൻ ചേർക്കുന്ന ഈസ്റ്റേൺ മസാലയാണ് ഇവിടെ. ഈസ്റ്റേൺ മസാല ആയതുകൊണ്ട് ഒരു 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. നിങ്ങൾ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂൺ തന്നെ ധാരാളമാണ്. ഇതിപ്പോൾ മീറ്റ് മസാല ആയതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർക്കുന്നത്. ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴളുന്നതും വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി ആയാലും മസാല കരിഞ്ഞു പോയൊക്കെ ചുവ മാറും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ട് കടല ചേർത്ത് കൊടുക്കണം. ഇനി അതിനു മുമ്പ് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ കടലക്കകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പച്ച ചവയ്ക്കും. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ കറിവേപ്പില ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറിവേപ്പില അതിനിടയ്ക്ക് ആദ്യം നമ്മൾ സബോള വഴറ്റുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊടി ചേർക്കുന്ന നേരത്ത് കറിവേപ്പില കിടന്ന് ഒത്തിരി മൂത്ത കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ നേരത്ത് ചേർക്കുന്നത്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഈ നേരത്ത് ഇപ്പം നമ്മുടെ കറിയുടെ എല്ലാ തരത്തിലുള്ള എല്ലാ കോമ്പിനേഷനും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ സമയം നല്ല സ്മെല്ല് നമുക്ക് ഈ ടൈമിന് തന്നെ ഫീൽ ചെയ്യും. ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം അതിൻ്റെ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചൊന്ന് കുറുക്കിയെടുക്കണം നമുക്കിത്. എങ്കിൽ മാത്രമേ പുട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇടിയപ്പമോ അല്ലെന്നുണ്ടെങ്കിൽ അപ്പോ എല്ലാത്തിനും നമുക്കിത് ഒരേ കണക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒത്തിരി ചാറായി കഴിഞ്ഞാൽ കടലയുടെ ഒരു എന്താ പറയുക നല്ല ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഒത്തിരി കടലക്കറി ഇങ്ങനെ കുറുകുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ടേക്ക് നമുക്ക് കടല ഒരു അല്പം എടുത്ത് ഒന്ന് അരച്ച് ചേർത്താൽ മതി. ഇപ്പം കറിക്ക് ഉപ്പ് കുറവായതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് ഞാനൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. കുരുമുളക് പൊടി ഏറ്റവും അവസാനം നമ്മൾ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ചേർക്കൂ. അപ്പം നമ്മുടെ കടലക്കറി എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.